ബുദ്ധിമുട്ടായല്ലേ? എല്ലാം ഒത്തിണങ്ങി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് നേരത്തെ വിചാരിച്ചു. എന്നാലും എത്ര നാളെന്ന് വെച്ചാ ഈ വാശിയിൽ ഇങ്ങനെ കഴിയുക? വാശിയെന്ന് വെച്ചാ വാശി തന്നെ. ചെറുപ്പം പോലെ ഞാൻ അങ്ങനെ സത്യമായിട്ടും നാളെ മുതൽ കൂലിപ്പണിക്ക് പോവോ? പോവും. അതിന് നീ എന്നെ തടയരുത്. ഇതെന്റെ പേഴ്സണൽ വൈരാഗ്യമാണ്. അങ്ങനെ മറ്റേടത്ത മാട്ടുപ്പെട്ടി മഹാദേവനാണെങ്കിൽ ഞാനാണ് മകനല്ലേ? എനിക്ക് വലിയ അഭിമാനം. പിന്നെ മോളെ, പുറത്തേക്ക് ഇറങ്ങി ആരുമായിട്ടും വർത്താനം പറയണ്ട. നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരേ അല്ല, ചേരിയാ. നുണയെ പറയൂ. എന്നെ പറ്റി പറയുന്ന ചില നുണകൾ കേട്ടാ നീ ഞെട്ടിപ്പോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് എന്റെ ബാലേട്ടനെ എന്നും ഇങ്ങനെ കണ്ടാ മതി. എന്നും ഇങ്ങനെ കാണും, അതാ എന്റെ പേടി. അതെന്താ? അല്ല, മോളുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക്. നീ ധൈര്യമായിട്ട്. ആരാത്? ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും. മോൾ ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ട് വരണ്ട. ഞാൻ പോയി നോക്കിച്ചു വരാം. നീ എന്താ ഈ പാതിരാത്രിക്ക്? ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? നീയൊക്കെ കൂടി ഒലത്തി ഒലത്തി എന്റെ വീട്ടിൽ ചെന്ന് ഓതിയത് എന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ. എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എപ്പോ? തമാശിക്കല്ലേ? പതുക്കെ. ലക്ഷ്മി കേൾക്കും. ലക്ഷ്മി കേക്കട്ടാ. ഞാൻ ഈ കഥ ഒന്ന് ചാരി. വീടും കൂടില്ലാത്ത എനിക്കിനി ഒന്നും നോക്കാനില്ല. ഞാനിപ്പോ പിടിച്ചു പറയും നീ മഹാദേവന്റെ മകനല്ലാന്ന്. ചേരി ചെന്താമര അതും പറയും നീ എന്നെ വരട്ടാൻ നോക്കണ്ട. ലക്ഷ്മി ഉപദ്രവിക്കാതെ. ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രിയാണ്. നീ ഒന്ന് സമാധാനിക്ക്. നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? ഞാൻ പ്രാർത്ഥിക്കണം. ആരോ വരുന്നുണ്ടല്ലോ. കണ്ട, പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. പോയി എവിടെയെങ്കിലും രക്ഷപ്പെട്ടു. ബാക്കിയാണ് ഞാനേറ്റ്. അങ്ങോട്ട് അവിടെ പോകുന്നു. രക്ഷപ്പെടാം. അവിടെ ഫസ്റ്റ് ഡേറ്റ് നടക്കല്ലോ. വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. അവന് പിന്നെ മനസ്സിലായിട്ടില്ല. പോയി രക്ഷപ്പെട്ടോ. രാജപ്പനെ ഓടിക്കരുത്, ഞാൻ സ്പീഡ് കൂട്ടും. അയ്യോ അമ്മേ. നമ്മുടെ ഡ്രൈവറാ. ഇത് അവന്റെ വീടാ. പൊതുകടി എന്തോ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ. പാവം. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ ഓടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും. ചേരി പ്രദേശമല്ലേ. നീ വാ.